ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. ആയത്തുള്ള അലി ഖമനിയുടെ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനയി എവിടെ? ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ മുജ്തബയെ പൊതുവേദികളിൽ ഒന്നും കണ്ടിട്ടില്ല. പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് മുജ്തബ എത്തുമെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും അലി ഖമനയുടെ മറ്റ് 3 ആൺമക്കൾ മാത്രമാണ് സംസ്കാര ചടങ്ങുകളിൽ സജീവമായി പങ്കെടുക്കുന്നത്. ദുഃഖാർത്തരായ ജനങ്ങൾ മുഴുവൻ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ യാത്രയാക്കാൻ ടെഹ്റാനിൽ തടിച്ചുകൂടുന്നു. പക്ഷേ രാജ്യത്തിനും ജനങ്ങൾക്കും സുരക്ഷിതത്വ ബോധം നൽകേണ്ട പരമോന്നത നേതാവ് മാത്രം ഇല്ല. അതും സ്വന്തം പിതാവിന് അന്ത്യയാത്ര ചൊല്ലുന്ന ചടങ്ങായിട്ട് പോലും. ഇത് ജനങ്ങളിലാകെ ഒരു അരക്ഷിതാവസ്ഥ നിറച്ചിട്ടുണ്ട്. രാജ്യത്തെ ജനത ഒന്നടങ്കം പരസ്പരം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, മുജ്തബ ഖമനയി എവിടെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം പുറത്തു വരാത്തത്? ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുൻപ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി സമാധാന ചർച്ചകൾക്ക് ഒരാഴ്ചത്തെ അവധി നൽകിയിരിക്കുകയാണ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഹാസത്തിന് പിന്നാലെ ഒമാൻ തീരത്ത് കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മിസൈൽ ആക്രമണം നടത്തിയത്. തിങ്കളാഴ്ച രാത്രി കടലിടുക്കിലൂടെ സഞ്ചരിച്ച വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തു. ഒമാൻ തീരത്തെ ലിമാഹിന് സമീപം സഞ്ചരിക്കുകയായിരുന്ന ഓയിൽ ടാങ്കറിൽ അജ്ഞാത വസ്തു പതിച്ചതിനെ തുടർന്ന് തീ പിടിച്ചതായി ബ്രിട്ടീഷ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആക്രമണത്തിൽ 2 കപ്പലുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ടാങ്കറിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ സുരക്ഷാ നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ പിന്തുണയോടെ ഒമാൻ വഴി പോകാൻ ശ്രമിച്ച ഓയിൽ ടാങ്കറിന് നേരെയാണ് നടപടി ഉണ്ടായത് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB റിപ്പോർട്ട് ചെയ്തത്. മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാന്റെ സൈനിക വിഭാഗവുമായി ഏകോപിപ്പിക്കണമെന്നും നേരത്തെ തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ച് US പിന്തുണയുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒമാൻ തീരത്ത് പ്രഖ്യാപിച്ച പ്രത്യേക കപ്പൽ ഇടനാഴി നിയമവിരുദ്ധമാണ് എന്ന നിലപാടാണ് ഇറാൻ തുടക്കം മുതലേ സ്വീകരിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ പേരിൽ പാശ്ചാത്യ ശക്തികൾ മേഖലയിൽ നടത്തുന്ന സൈനിക ഇടപെടലുകൾ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് ടെഹ്റാൻ നേരത്തെ വ്യക്തമാക്കിയതുമാണ്. ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. മോഹൻ സാർ, ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് പുതിയ സർവീസ് ഫീസുകൾ ഈടാക്കുമെന്ന് ഇറാൻ വീണ്ടും പറഞ്ഞതാണ്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസവും ഒമാൻ തീരത്ത് കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ പ്രാദേശിക ജലപ്രദേശത്തിൻ്റെ ഭാഗമാണ് എന്നും അതിനാൽ തന്നെ സർവീസ് ഫീസ് ഈടാക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇതൊരു ടോൾ അല്ല എന്നും മറിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനും കപ്പലുകളുടെ ഗതാഗതം മേൽനോട്ടം വഹിക്കുന്നതിനും വേണ്ടിയുള്ള ഫീസാണ് എന്നുമാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസ് വീണ്ടും മധ്യസ്ഥ ചർച്ചകളെ തകർക്കുമോ? ഹോർമൂസിൽ തട്ടി ഒരിക്കൽ കൂടി മധ്യസ്ഥ ചർച്ചകൾ തകരുമോ? ഈ മഞ്ഞുകട്ടയിൽ തട്ടി മഹാസമുദ്രത്തിൽ വെച്ച് ടൈറ്റാനിക് തകർന്നതിന് സമാനമായ രീതിയിൽ ഹോർമൂസ് ആകുന്ന മഞ്ഞുകട്ട, അത് വലിയ പ്രതീക്ഷയോടെ അമേരിക്കയും ഇറാനും നടത്തുന്ന ചർച്ച ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ആ ചർച്ച വിജയിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകമായി GCCയുടെ മേഖലയാണത്. ആ പ്രതീക്ഷകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഒരു ഫീസ് ഉണ്ടല്ലോ, സ്പെഷ്യൽ ഫീസ് എന്നോ പ്രത്യേക ചാർജ് എന്നോ കടത്തുകൂലിയെന്നോ എന്തു പേരും വിളിക്കാം, അല്ലെങ്കിൽ ഒരു തരം നോക്ക് കൂലിയാണ്, മേൽനോട്ടത്തിൻ്റെ കൂലിയാണ്. ഇറാനെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, പക്ഷേ ഇറാൻ നിർദ്ദേശിക്കുന്ന കപ്പൽ പാതയിലൂടെ, അത് ഇറാനോട് ചേർന്ന കപ്പൽ പാതയാണ് ഹോർമൂസിൽ, ആ പാതയിലൂടെ ഇറാൻ സുഗമമായ നാവിഗേഷനുള്ള വഴി ഒരുക്കും. പക്ഷെ അതിന് ഒരു ചെറിയ ചിലവുണ്ടാകും.
2 മാസത്തേക്ക് കരാറിൻ്റെ ഭാഗമായി കപ്പലുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. ഹോർമൂസിനുള്ളിലേക്കും ഹോർമൂസിന് പുറത്തേക്കും സഞ്ചരിക്കാം. പക്ഷേ അതിനുശേഷം ചെറിയ ഒരു ഫീസ് തങ്ങൾ ഈടാക്കും. ദയവായി അതിനെ ടോൾ എന്ന് വിളിക്കരുത് എന്നാണ് ഇറാൻ പറയുന്നത്. ടോൾ എന്ന് വിളിച്ചാലും ഫീസ് എന്ന് വിളിച്ചാലും കടത്തുകൂലി എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ സ്പെഷ്യൽ ഒരു ഫീസ് എന്ന് വിളിച്ചാലും എല്ലാം തന്നെ അതൊരു തുകയാണ്. ഇറാൻ ഒരു സന്ദേശം കൊടുക്കുകയാണ് ലോകത്തിന്. തങ്ങൾ അടങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുവരെ ഹോർമൂസ് ഒരു ആയുധം ആയിരുന്നില്ല. ഇനി മുതൽ തങ്ങൾ ആയുധമായി തന്നെ ഹോർമൂസിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് ഹോർമൂസ് തങ്ങളുടെ സ്വാധീന മേഖലയാണ്. എക്കാലത്തും ആയിരുന്നു എങ്കിലും തങ്ങളതിനെ ഉപയോഗിച്ചിട്ടില്ല. തങ്ങൾക്ക് അനുഭവവേദ്യമായ ഒരു റിസോഴ്സാണ്, അല്ലെങ്കിൽ തങ്ങളുടെ തീരക്കടലുകളാണ്. 20 നോട്ടിക്കൽ മൈൽസ് കടൽ തങ്ങളുടേതാണ്. അതിനുള്ളിലൂടെ വേണം അന്താരാഷ്ട്ര കപ്പൽപാത പോകാൻ. അപ്പോൾ സ്വാഭാവികമായി ഇറാന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് സമീപത്തു കൂടി പോകുന്ന കപ്പലുകളിൽ നിന്നും ഒരു ചുങ്കം പിരിക്കാം. പക്ഷേ ഇത് പ്രകൃതി വരദാനമായി നൽകിയ ഒരു കടലെടുക്കാണ്. ഇറാൻ്റെ അധ്വാനം അതിന് പിന്നിലില്ല. ഈജിപ്തിൻ്റെ അധ്വാനം ഉള്ളതുപോലെ സൂയസ് കനാൽ നിർമ്മാണത്തിന് വൻ ശക്തികളുടെയും ഈജിപ്തിൻ്റെയും എല്ലാം ഇൻവോൾവ്മെൻ്റ് ഉള്ളതുപോലെയല്ല. പാനമ കനാൽ നിർമ്മാണത്തിന് വലിയ രീതിയിൽ സാങ്കേതികവിദ്യയും മറ്റും അമേരിക്ക ഉപയോഗിച്ചല്ലോ. അങ്ങനെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ കനാൽ അല്ല ഹോർമൂസ് കടലെടുക്ക്. പ്രകൃതിദത്തമാണ്. അതിലേ പോകുന്ന കപ്പലുകൾ ഒരു കാലത്തും ഒരു രാജ്യത്തിനും ചുങ്കം കൊടുത്തുകൊണ്ടല്ല, ടോൾ ഈടാക്കിക്കൊണ്ടല്ല കടന്നുപോയിരുന്നത്. പക്ഷേ 60 ദിവസത്തെ സമാധാന ചർച്ചകൾ അവസാനിക്കുന്ന ദിവസം മുതൽ തങ്ങൾ ഫീസ് പിരിക്കാൻ തന്നെയാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. അത് വലിയൊരു തർക്കമാണ്. ഇപ്പോൾ 2 വിഷയങ്ങളാണല്ലോ ഇപ്പോൾ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, ഇറാൻ്റെ ആണവായുധ വിമുക്തി. അതാണ് അമേരിക്കയുടെ വലിയ വിഷയമായി പറഞ്ഞിരുന്നത്. അതേക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. അതിനുശേഷം വന്ന യുദ്ധം തുടങ്ങിയതിന് ശേഷം സംഭവിച്ച ഹോർമൂസിൻ്റെ ഉപരോധം, ഹോർമൂസ് അടച്ചത്, ഹോർമൂസ് വീണ്ടും തുറക്കേണ്ടതിന് ആവശ്യകത, അതിനെ ചൊല്ലിയാവും ഇനിയുള്ള ചർച്ചകളുടെ സിംഹഭാഗം. അത് ഇറാൻ നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായി കീഴടങ്ങാൻ സാധ്യത കുറവാണ്. ഈ 2 വിഷയത്തിലും, ആണവ വിഷയത്തിൽ ഇറാൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഇറാൻ ഒരുപക്ഷെ തയ്യാറാവില്ല. അത് ഇറാൻ്റെ അഭിമാനത്തിൻ്റെ വിഷയമാണ്. അത് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ മുൻ കരാറുകൾക്ക് സമാനമായ രീതിയിൽ ചെറിയ തോതിലുള്ള സമ്പുഷ്ടീകരണം, ആണവ ആയുധ ഉൽപ്പാദനം വേണ്ട എന്ന് വെക്കാനാവും. കാരണം ഒരിക്കലും അത് വേണമെന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആണവ ആയുധ ഉൽപ്പാദനം തങ്ങൾ ഉണ്ടാക്കില്ല, തങ്ങൾ നടത്തില്ല എന്ന് കൃത്യമായ ഉറപ്പ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. പക്ഷേ ആണവ പദ്ധതിയിൽ നിന്നും, ഊർജ ഉത്പാദനത്തിന് വേണ്ടി ആണവ വിദ്യ ഉപയോഗിക്കുന്ന പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അടിസ്ഥാനപരമായി അമേരിക്കയോ ഇസ്രായേലോ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ അന്തിമ കരാർ ഒപ്പിടാൻ സാധ്യത കുറവാണ്. പിന്നീടെത്തിയ വിഷയമായ ഹോർമൂസാണ്. ആ ഹോർമൂസിലൂടെ ഒരിക്കലും ഇല്ലാതിരുന്ന ഒരു ടോൾ സിസ്റ്റം നിയമവിധേയമായി കരാറിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമോ എന്നതാണ് ചിന്ത. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിക്കുമ്പോൾ ഒരു ആവശ്യം ഇതായിരിക്കണം: ഒരു കാരണവശാലും ഇറാൻ ടോൾ പിരിക്കുന്ന രീതിയിൽ നിങ്ങൾ നിന്നു കൊടുക്കരുത്, ഒരു രീതിയിലും ടോൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തർക്കമുണ്ടാകാം. ആ തർക്കത്തിൽ തട്ടി മാസങ്ങളോളം നെഗോസിയേഷൻസ് ഒരു കര പറ്റാതെ മുന്നോട്ട് പോയേക്കാം. ഇത് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ടോൾ വിഷയം ഒരു വലിയ വിഷയമായി ഇനിയുള്ള ദിവസങ്ങളിൽ കടന്നു വരാനാണ് സാധ്യത. അല്ല എങ്കിൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കുകയും വീണ്ടും പഴയപടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ വീണ്ടും ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ശ്രമകരമായാണ് ഗൾഫ് രാജ്യങ്ങൾ എത്രത്തോളം മാറി ചിന്തിച്ചു, അവർ അമേരിക്കയ്ക്ക് മേൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ ഇസ്രായേലിനെ പോലും ഭാഗികമായി ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, ഭാഗികമായി ഇസ്രായേൽ താല്പര്യങ്ങളെ തൽക്കാലം അട്ടത്ത് വെച്ചതിന് ശേഷം ഗൾഫ് മേഖലയുടെ സുരക്ഷ ഉണ്ടാവട്ടെ, അതിനുവേണ്ടി ചർച്ചയാകാം എന്ന അമേരിക്കയുടെ ചിന്ത. അതിനുവേണ്ടി മാത്രമല്ല ചർച്ച എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനുവേണ്ടി മാത്രമല്ല, അമേരിക്കയ്ക്ക് തലയൂരി പോരണം എന്ന സ്വന്തമായ ആഗ്രഹവുമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ചില നയങ്ങളുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്, ട്രംപിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൺവേർജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഹോർമൂസിൽ തട്ടി ചർച്ചകൾ തകരാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല എന്നാണ് എൻ്റെ പക്ഷം. ഓക്കെ സാർ, നന്ദി. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുജ്തബയിലേക്ക് വരാം. ഫെബ്രുവരി 28 വരെ പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നു മുജ്തബ ഖമനേയി.
ഫെബ്രുവരി 28-നാണ് US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെടുന്നത്. അലി ഖമനയ്ക്കൊപ്പം മുജ്തബയുടെ ഭാര്യ സഹറ ഹദ്ദാദ് അതേലും മറ്റ് കുടുംബാംഗങ്ങളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും അടക്കം വലിയൊരു നിര തന്നെ വധിക്കപ്പെട്ടു. അന്ന് ഗുരുതരമായി പരിക്കേറ്റ മുജ്തബ ഒളിവിലാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. മുജ്തബയുടെ മുഖം വികൃതമാകുകയും ഒരു കാലിനോ 2 കാലുകൾക്കുമോ സാരമായി പരിക്കേറ്റതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതാണ്. കാര്യം എങ്ങനെയായാലും പിന്നീട് ഇങ്ങോട്ട് മുജ്തബയെക്കുറിച്ച് വിവരമൊന്നുമില്ല. ശബ്ദ സന്ദേശം പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. യുദ്ധത്തെക്കുറിച്ചും US-ഉമായുള്ള സമാധാന ചർച്ചകളെക്കുറിച്ചുമുള്ള മുജ്തബയുടെ എഴുതി തയ്യാറാക്കിയ ഒന്നിലധികം പ്രസ്താവനകൾ മാത്രമാണ് ഇതുവരെ ഔദ്യോഗിക മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിട്ടുള്ളത്. എഴുതി തയ്യാറാക്കിയ പ്രസ്താവനകൾ പോലും അത്രമേൽ വിശ്വസ്തരായ രഹസ്യ ദൂതന്മാർ വഴി പല ഘട്ടങ്ങളിലായി കൈമാറിയാണ് മുജ്തബയിൽ നിന്നും തിരിച്ചും സഞ്ചരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ സന്ദേശ രീതിയാണ് US-ഉമായുള്ള സമാധാന ചർച്ചകൾക്ക് കാലതാമസം വരുത്തുന്നത് എന്നും ഒരു റിപ്പോർട്ടുണ്ട്. മുജ്തബയുടെ താമസ സ്ഥലവും ഭരണകൂടത്തിൽ പോലും എല്ലാവർക്കും അറിയില്ല. അത്രമേൽ വിശ്വസ്തരായ ആളുകൾക്ക് മാത്രമേ അതറിയൂ. കാരണം ഭരണകൂടത്തിനകത്ത് പോലും ചാരന്മാർ ഉണ്ടായേക്കാമെന്ന് ഇറാൻ അധികൃതർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ശബ്ദ സന്ദേശം പോലും പുറത്തുവിടാത്തത്. ശബ്ദ സന്ദേശം പുറത്തുവിടുന്നത് പോലും മുജ്തബയുടെ ജീവൻ അപകടത്തിലാക്കിയേക്കാം എന്നാണ് ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കാരണം മുജ്തബ എവിടെയാണ് എന്നറിയാൻ US ഇസ്രായേൽ ചാരസംഘടന വ്യാപക തെരച്ചിലിലാണ്. മുജ്തബയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ വധിക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും ഭീഷണി മുഴക്കിയതുമാണ്. മുജ്തബ തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒളിവ് ജീവിതം രഹസ്യാത്മകമായി തന്നെ ഇരിക്കട്ടെ എന്നാണ് ഇറാൻ അധികൃതർ കരുതുന്നത്. സുപ്രീം ലീഡർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനാണ് വലിയൊരു വിഭാഗം ജനങ്ങളുടെയും ആഗ്രഹം. ഇറാനുമായി ശക്തമായ സൗഹൃദമുള്ള എന്നാൽ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിക്കാൻ മടിക്കുന്ന റഷ്യയിലാണ് മുജ്തബയെന്ന് ചിലർ പറയുന്നുണ്ട്. ഇറാനിൽ തന്നെ ഭൂഗർഭ അറയിൽ ശക്തമായ സുരക്ഷയിലുണ്ട് മുജ്തബ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അഭ്യൂഹങ്ങളും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും മാത്രമാണ് മുജ്തബയെക്കുറിച്ച് പുറത്തു വരുന്നത്. മുജ്തബയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പോലും ഇറാൻ ഭരണകൂടം മൗനം പാലിക്കുകയാണ്. രാജ്യത്തെ സംബന്ധിച്ച പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് മുജ്തബ ഖമനയി തന്നെയാണ് എന്നാണ് ഇറാൻ പറയുന്നത്.